പൊതുദർശനം ഇപ്പോൾ അവസാനിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ 3 മണി വരെ എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പോൾ 3:35 കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകി എത്തിയത്. അതിൽ സിനിമാ മേഖലകളിലുള്ളവരുണ്ടായിരുന്നു, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പൊതുദർശനം ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ കണ്ടനാടുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ എത്തിയിരുന്നു. എന്തായാലും നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് ഒഴുകി എത്തിയത്. അത് ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ, അതോടൊപ്പം മറ്റു മേഖലയിലുള്ളവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അത്രത്തോളം പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സിനിമകളായിരുന്നു. പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം നമുക്കൊപ്പമുള്ളയാൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുത്ത് നമ്മൾ കുടിയിരുത്തിയിരിക്കുന്ന വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ്റേത്. സിനിമകൾ അല്ലെങ്കിൽ ശ്രീനിവാസൻ സിനിമകൾ എന്ന് തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡ് തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെയാണെങ്കിൽ ഒരു കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തിയ, ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രതീകമായിട്ടുള്ള സിനിമകളായിരുന്നു പലതും. പ്രത്യേകിച്ചും തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ. ശ്രീനിവാസന്റെ മൃതദേഹം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ടൗൺ ഹാളിലേക്ക് എത്തിക്കുകയായിരുന്നു. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവർ, പൊതുജനങ്ങൾ, സിനിമാസ്വാദകർ, ശ്രീനിവാസനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ടൗൺ ഹാളിലേക്ക് എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയാണ്. ആംബുലൻസിൽ വീണ്ടും തിരികെ വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് നേരത്തെ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണം വിശദീകരിച്ചു അറിയിച്ചത്. ശ്രീനിവാസൻ ടൗൺ ഹാളിൽ നിന്ന് യാത്രയാവുകയാണ് രാഗൻ. തീർച്ചയായും ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. അവരൊക്കെ തന്നെ ഇപ്പോൾ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീനിവാസന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസിലാണ് മൃതദേഹം കൊണ്ടുപോവുക. എന്തായാലും നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. അത് സിനിമാ മേഖലയിലുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലടക്കം ഉള്ളവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേർ ഇവിടെ എത്തി അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടു. മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത വിടവാണ് ശ്രീനിവാസന്റെ വിയോഗത്തിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ശ്രീനി സിനിമകൾ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള സിനിമകളായിരുന്നു, റെപ്യൂട്ടേഷൻ വാല്യൂ ഉള്ള സിനിമകളായിരുന്നു. എപ്പോഴും TV-യിൽ വരുന്ന സമയത്ത് നമ്മളൊക്കെ തന്നെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളായിരുന്നു. അതിലൊക്കെ തന്നെ പുതുമകളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ചിരിക്കൊപ്പം ചിന്തയും ഒക്കെ തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു അവ ഓരോന്നും. എന്തായാലും ഇപ്പോൾ ഈ പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ കണ്ടനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. ഏകദേശം 1 മണിക്കൂറുണ്ട് കണ്ടനാടുള്ള വീട്ടിലേക്ക്. അവിടെ മൃതദേഹം എത്തിക്കും. തുടർന്ന് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പ്രത്യേകിച്ചും സിനിമയിലൂടെ, വെള്ളിത്തിരയിലൂടെ പ്രമേയങ്ങളാക്കി ഓരോ വിഷയങ്ങളും അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക ഇടപെടലുകളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത്തരം ഇടപെടലുകളടക്കം വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും കൂടാതെ നമുക്കൊക്കെ തന്നെ ആ രീതിയിൽ അദ്ദേഹത്തോടുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ കൂടുന്ന തരത്തിൽ ഒക്കെ തന്നെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീനിവാസന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് കർണാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റുകയാണ്. വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. നാളെ രാവിലെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കമലിന് വൈകിട്ട് എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് കർണാടക വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റുകയാണ്. വലിയൊരു ജനസഞ്ചയമാണ് ശ്രീനിവാസന് എറണാകുളത്തിൻ്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്.